വാപ്പായ നാട്ടില് ഒരു ഗുണ്ടയായിരുന്നു. എടുത്തിട്ട് മുറിച്ചിട്ട് ഞാൻ മുറിച്ചിട്ട് കളയുന്നത് ഈ നാട്ടിലാണ് നല്ലൊരു പേരില്ല. നമ്മുടെ നഹാസ് വന്നിട്ടുണ്ട്. യെസ് മകനെ. വല്ല മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ അംബാനിയുടെയോ മകനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എവിടെ എത്തിയാനെ എന്ന് പറഞ്ഞ് സ്വന്തം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ നഹാസ് അല്ലേ? സുഖമായിട്ടിരിക്കുന്നു? നാട്ടിലെവിടെയാണ്? നാട്ടില് ഞാൻ പത്തനംതിട്ടയില് കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, അനിയനുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടന്റെ വൈഫുണ്ട്, പിന്നെ അണ്ണനിപ്പോ ചെറിയൊരു കുഞ്ഞു വന്നിട്ടുണ്ട്. വീടിന്റെ തൊട്ടടുത്താണ് നമ്മുടെ കുടുംബ വീടും. ഓക്കെ. അവിടെ അച്ഛൻ്റെ അമ്മയുണ്ട്, എല്ലാരും ഉണ്ട്. നഹാസിന്റെ വളർന്ന സാഹചര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ എല്ലാരും വളരുന്ന പോലെ തന്നെ നോർമൽ ഒരു സാഹചര്യം. അത്രയും വലിയ പൈസക്കോ അല്ലെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നല്ല വന്നത്. വാപ്പ തടിപ്പണക്കാരനായിരുന്നു, ഉമ്മ ഹൗസ് വൈഫ്. വാപ്പായ നാട്ടില് ഒരു ഗുണ്ടയായിരുന്നു പറഞ്ഞത്. ഓക്കെ. പിന്നെ ഉമ്മ ഭയങ്കര കഷ്ടപ്പെട്ട ഉമ്മ നമ്മളെ വളർത്തി. എല്ലാ നാട്ടിലുള്ളവർ പറയും വാപ്പാടെ കൂടെ ഉമ്മ നിൽക്കത്തില്ല, നൈജു ആയതുകൊണ്ട് വാപ്പാടെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീർന്ന് എന്നെ കളഞ്ഞിട്ട് പോയനെന്ന് പറയും. നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാപ്പ അരിവാളൊക്കെ കൊണ്ട് ഉമ്മയുടെ കഴുത്തിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അണ്ണന് ടോർച്ചൊക്കെ കൊണ്ട് തലയിലടിച്ചിട്ടുണ്ട്. വാപ്പ ഭയങ്കര ടെററായിരുന്നു, ഭയങ്കര വെള്ളമടിയും ഭയങ്കര ഇതായിരുന്നു. പക്ഷെ കുടുംബം നോക്കും, പക്ഷെ അതുപോലെ ഉപദ്രവിക്കുകയും ചെയ്യും, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചാളെ കഴിഞ്ഞപ്പോഴത്തേന് വാപ്പാടെ കൂടെ ഉള്ളവർ തന്നെ വാപ്പായെ കുടിക്കുന്നാണ് പറയുന്നത്. ഒരു കൊലക്കേസിൽ കുടുങ്ങി. അപ്പൊ അങ്ങനെ വാപ്പ നാട് വിടേണ്ട അവസ്ഥ വന്നു. അപ്പൊ ആ സമയത്ത് എന്റെ 8-ാമത്തെ വയസ്സ് 8-9 വയസ്സിലൊക്കെ പിന്നെ വാപ്പ ഇങ്ങോട്ട് വന്നേ. പിന്നെ ഞാൻ കണ്ടിട്ടേ പുള്ളിയെ. ഈ ഒരു കൊലക്കേസിൽ കുടിക്കേണ്ട പേര് വാപ്പ ദുബായിലോട്ട് വന്നു. അപ്പൊ അന്ന് ഈ സിസ്റ്റമാറ്റിക് ഒന്നും അല്ല. കാരണം എല്ലാരും ദുബായ് എന്ന് പറയുമ്പോ ആശ്വാസം എന്താ ആലോചിക്കുന്നത്? ലക്ഷറി. ഞാനപ്പോ ഇടയ്ക്ക് 15-ാമത്തെ വയസ്സ് പോലെ ദുബായിലിരുന്ന ഒരാളാണ്. വരുമ്പോ എനിക്ക് ദുബായ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. ഇതുപോലെ എന്റെ ജീവിതത്തിൽ വെറുത്തൊരു സ്ഥലം എന്റെ ലൈഫിലുണ്ടായിട്ടില്ല. ദുബായ് എന്ന് പറയുന്നത് എനിക്ക് വാപ്പാടെ റൂമും ചുറ്റുവറ്റങ്ങളും അല്ലെങ്കിൽ അടുത്തുള്ള ഒരു പാർക്കും മാത്രമാണ്. വേറൊന്നും അല്ല എനിക്ക് ദുബായ് എന്ന് പറയുന്നത്. എനിക്ക് വേറൊന്നും അറിയില്ല. ഞാനൊരു ബുർജ് ഫയർ വർക്സിന് പോയിട്ടില്ല. വാപ്പാടെ ജോലിയുടെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. മെസ്സിന്റെ പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് 4 അടുപ്പ് കത്തും, 100 പേർക്ക് ഫുഡ് വെക്കും. ഡബിൾ ഡെക്കർ ബെഡാണ്. ഇതിനകത്താണ് ഞങ്ങൾ ഫുഡ് 3 നേരം ഫുഡ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ, എല്ലാ കാര്യങ്ങളും ഇരിപ്പുണ്ട്. അടുപ്പുണ്ട്. അതായത് അടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഇതായിട്ട് കത്തുന്ന, ഹൈ ഫ്ലെയിമിൽ കത്തുന്നതാണ്. ഒരു ദിവസം 2 സിലിണ്ടർ ചേഞ്ച് ആകും. അതായത് ഇത്രയും നീളമുള്ള 2 സിലിണ്ടർ ചേഞ്ച് ആകുന്ന അടുപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് നമുക്കിടയിൽ മാത്രമായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. കാരണം വാപ്പ കുറെ ചതിക്കപ്പെട്ട് വന്നതാണ്. ഞാൻ എൻ്റെ ലൈഫില് കരഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം വാപ്പ ഫുഡ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് പോകുമ്പോൾ വാപ്പ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് തലയിൽ ഇട്ടിട്ടാ പോകുന്നത്. അത് സത്യമായിട്ട് വാപ്പ തുണി വെള്ളത്തിൽ മുക്കി തലയിട്ടിട്ടാ പോകുന്നത്. അപ്പം വാപ്പ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ സൈക്കിൾ എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഉള്ളിൽ പോയിട്ട് ഞാൻ കരയും. എനിക്കത് താങ്ങാൻ പറ്റത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളി. എന്നാൽ പുള്ളി ലൈഫിൽ പച്ച പിടിക്കുക അതും ചെയ്തിട്ടില്ല, ഒന്നും എങ്ങും എത്തിയിട്ടില്ല. ഞാൻ ഒരു ദിവസം ഏകദേശം 10-35 കിലോ ഉള്ളി എന്നിട്ട് അരിഞ്ഞിട്ട് വാപ്പ എന്നിട്ട് എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങും. അരി അടുപ്പയിടും. ഏകദേശം ഒരു വെളുപ്പിന് ഒരു 3 മണിയാകുമ്പോഴത്തേന് ഇതെല്ലാം പാക്കിങ് സ്റ്റാർട്ട് ചെയ്യും. 4 മണിയാകുമ്പോൾ പാക്കിങ് കഴിഞ്ഞ് എല്ലാം കൊണ്ട് കൊടുത്ത് ഒരു 4:30 ആകുമ്പോഴത്തേന് വാപ്പ ഉറങ്ങും. ഞാൻ വാപ്പായ്ക്ക് ഭയങ്കര കാലുവേദന, ഭയങ്കര പണ്ട് അടിയിടിയും കിട്ടിയതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത് വാങ്ങിയതിന്റെ ഒക്കെ ആയിട്ടുള്ള വേദനകളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 4:30 കഴിയുമ്പോഴത്തേന് കുളിച്ച് റെഡിയായി വാപ്പ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ കാലൊക്കെ തിരുമ്മി കൊടുക്കും. വാപ്പ കിടന്ന് ഉറങ്ങും. അപ്പൊ നഹാസ് എങ്ങനെയാണ് ദുബായിലേക്ക് എത്തിയത്? മീൻസ് പഠിത്തം കഴിഞ്ഞിട്ടാണ് ദുബായിലേക്ക് വന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ +2കാരനാണ്. എനിക്ക് വേറെ ഗ്രാജുവേഷൻ ഒന്നുമില്ല. പഠിക്കാൻ പോകാഞ്ഞത് എൻ്റെ സാഹചര്യം കാരണമാണ്. എനിക്കാണെങ്കിൽ വീട്ടിൽ പഠിക്കാൻ ചോദിക്കാൻ പറ്റാത്തൊരു സ്ഥിതി. കാരണം അണ്ണൻ ഒന്നും എത്തിയിട്ടില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനൊരു ചെലവുണ്ട്. മെസ്സിൽ നിന്നെല്ലാം കഴിഞ്ഞിട്ട് വാപ്പാക്ക് കിട്ടുക 1000 ദിർഹംസൊക്കെ ആയിരിക്കും. അപ്പൊ ഈ എക്സ്ട്രാ 1000 ദിർഹംസിന് വേണ്ടിയാണ് ഈ ഉറക്കം കളഞ്ഞ് ഇത്രയും കാലം കഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്
ഞാൻ ആരും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു ഉമ്മ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവാ എന്നൊക്കെ പറഞ്ഞു. ഉമ്മാടുത്ത് ഇങ്ങനെ സംസാരിച്ചു. പ്ലസ് ടു തുടങ്ങിയ ഞാൻ ഇങ്ങനെ കുറെ നാളിങ്ങനെ നടന്നു. അപ്പൊ എന്റെ കൂടെ പഠിക്കാനുള്ളവരെല്ലാം പഠിക്കാൻ പോയി. അപ്പൊ ഞാൻ ചോദിക്കാൻ എന്തിനാണ് പഠിക്കുന്നത്, പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? കാരണം വിഷമം കൊണ്ട് ഉള്ളിൽ പഠിക്കാൻ പറ്റാത്ത. പക്ഷെ വീട്ടില് ചോദിക്കാൻ പറ്റത്തില്ല. ഉമ്മ ലോണിന്റെ മുകളിൽ ലോൺ എടുത്ത് വെച്ചിരിക്കുക. എനിക്കെന്ന് പറഞ്ഞെങ്കിൽ ലോൺ കിട്ടത്തില്ല. ആധാരം ലോണില്, എല്ലാ ലോണിലും, ഒന്നുമില്ല ലോണിലില്ല. അപ്പൊ എന്ത് വെച്ചിട്ട് ഞാൻ ഇത് എടുക്കാനാ? ഇത് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല. അപ്പോ ഉമ്മാട്ടയും പറഞ്ഞ് ഞാൻ പഠിക്കാനൊന്നും പോകുന്നില്ല. പണ്ട് ഉമ്മ പറയത്തില്ല എനിക്ക് വിശപ്പില്ല മോനെ നീ കഴിച്ചോന്നും പറയത്തില്ലേ, അതേപോലെ സാധനം തിരിച്ചു പറഞ്ഞു എനിക്ക് പഠിക്കാനൊന്നും പോകണ്ടപ്പോ ഞാനിവിടെ ബിസിനസ് നോക്കോളാം. അങ്ങനെ പോയി ഉമ്മാടുത്ത് പറഞ്ഞു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ്. അപ്പൊ ഒരു 10-250 വെറൈറ്റി ചായ കൊടുക്കുന്ന ടീ ഷോപ്പ് പ്ലാൻ ചെയ്യുന്നു. അപ്പൊ അൽഹംദുലില്ലാ അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റി. ചായകൾ കൊടുക്കുന്ന ചായകള്, വെറൈറ്റി ചായകള്, അതേപോലെ ബബ്ലി ടീസ്, ബബിൾ ടീ, ഒരുപാട് വെറൈറ്റി അടങ്ങുന്ന ഒരു ചായക്കട പോലെ തുടങ്ങാം. പക്ഷെ ഇതിനൊക്കെ പൈസ വേണ്ടേ? അതെ. ഉമ്മ എന്റെ ഒരു 2000 രൂപ എടുത്തു തന്നിട്ട് പറഞ്ഞു മോനെ ഇതേ ഉള്ളൂ. ഒന്നുമില്ല ഉമ്മയുടെ കയ്യില്. ഞാൻ ആ 2000 ചെലവാക്കിയിട്ടില്ല. ഇപ്പൊ ദുബായിൽ വന്നപ്പോഴാ ദുബായിൽ ഇപ്പോഴും ഒരു പണം എന്റെ റൂമിൽ 2000 റുപ്പീസ്, 4,500 തന്നെ എന്റെ. ആ 4,500 എന്റെ ഇരിപ്പുണ്ട് ഇപ്പോഴും ഉണ്ട്. ഞാനത് ചെലവാക്കിയിട്ടില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ ഓരോരുത്തടുത്ത് ചോദിച്ചു. എന്റെ നാട്ടിൽ നല്ല ഇഷ്ടമുള്ള ഒരാളുണ്ട്. ആളെനിക്ക് കുറച്ച് പൈസ കടന്നിട്ട് പറഞ്ഞു നീ ഇതും കൊണ്ട് എന്തെങ്കിലും ചെയ്തു. അയാൾ 1,00,000 രൂപ തന്നു. അപ്പോൾ അത് 1,00,000 രൂപ കൊണ്ട് എനിക്ക് ഒന്നും ആവില്ല. എനിക്കൊരു 2-2.5 ലക്ഷം 3 ലക്ഷം രൂപ സാധനം വേണം. അത് ഇറക്കാനാണെങ്കിലും, കട എടുക്കാനാണെങ്കിലും, സ്ഥലം എടുക്കാനാണെങ്കിലും, കൊണ്ടുവെക്കാനാണെങ്കിലും അത്രയും വേണം. ഒന്നില്ലെങ്കിലും ഒരു +2കാരനെ വിശ്വസിച്ച് ഒരാൾ 1,00,000 രൂപ തന്നില്ലേ? അതെ. ഉമ്മയുടെ ചേട്ടത്തിയുടെ മോനുണ്ട്, വാപ്പ മരിച്ചത്. അപ്പൊ അവന് അങ്ങനെ നിൽക്കും. അപ്പൊ അവനെ ഞാൻ ഇടയ്ക്ക് വിളിക്കും എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി. അവൻ ആദ്യം മുതൽ കുറച്ച് നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവനും പോയി, അവന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ പോയി. അങ്ങനെ കട ഓടിച്ചു. ഒരു മാസമായപ്പോഴത്തേന് പൈസ ഇങ്ങനെ എണ്ണം നോക്കി കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ല. ഇനി സ്റ്റോക്ക് എടുക്കാൻ എന്റെ പൈസ ഇല്ല. അതായത് ഇനിയും ചായപ്പൊടി സാധനമാണ്. അതായത് ഓരോ ദിവസം കിട്ടുന്നത് ഇങ്ങനെ ചെലവാക്കി പോയിക്കൊണ്ടിരിക്കും. അതായത് ഞാൻ ആദ്യമായിട്ട് 1,00,000 രൂപ സ്റ്റോക്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. ആ സ്റ്റോക്സ് അടുത്തൊരു ദിവസം വാങ്ങിക്കാനുള്ള സ്റ്റോക്സ് ഒന്നും തിങ്ക് ചെയ്യുന്നില്ല. മനസ്സിലായി. അതായത് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മള് വരവറിഞ്ഞ് ചെലവാക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനോട് ഞാൻ ഒത്തുചേർന്നില്ല. കാരണം പ്രായക്കുറവുണ്ടായിരിക്കാം, പക്വത കുറവുണ്ടായിരിക്കാം. ഞാനിവിടെ കഷ്ടപ്പെടുവാന്ന് എൻ്റെ ഉമ്മ അറിയിക്കാൻ എനിക്കൊരു ഇതുണ്ട്. കാരണം അവർക്ക് പ്രഷറും പെട്ടെന്ന് BP-യും കയറും, കാര്യങ്ങളൊക്കെ കയറുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആരെടുത്തും, ഞാൻ എൻ്റെ വാപ്പാട്ട് പറഞ്ഞിട്ടില്ല കട തുടങ്ങാൻ പോകുന്ന കാര്യം. എൻ്റെ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആകെ ഞാൻ പറഞ്ഞായിട്ട് ഉമ്മാടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു ഞാൻ അവിടെ ഇട്ടത്. കാരണം എനിക്ക് കുറച്ച് കച്ചവടം വരുന്നു. അവിടെയുള്ള ചായക്കടക്കാരെക്കാട്ടിലും കൂടുതലും കുറച്ചുകൂടെ കച്ചവടം എനിക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത എന്റെ തെറ്റുകൊണ്ടാണ് എല്ലാം പോയത്. അതുപോലെ എനിക്ക് നഷ്ടം പറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വെച്ചാൽ ഇന്നെടുക്കും വരുമാനമുണ്ട്. പക്ഷെ കുറച്ച് ഒരു മാസം കഴിയുമ്പോൾ സാധനം എടുക്കണം. അത് സാധനം എടുത്തു കഴിയുമ്പോൾ കുറച്ച് പൈസ അവിടെ പോയി ഇവിടെ പോകും. നമ്മൾ ഫുഡ് കഴിക്കും, എന്തെങ്കിലും എടുത്തു കഴിയും, പിന്നെ ഒന്നുമില്ല. കടക്കാരന് 10-20 കിട്ടുന്ന പൈസ കുറച്ച് കടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാരും പിന്നെ ഒന്നുമില്ല. ഉമ്മ അറിയാതെ ഏകദേശം എനിക്കൊരു 3-3.5 ലക്ഷം രൂപയോളം കടമായി അവിടെ. അപ്പൊ ഞാൻ ഉമ്മാട്ടെ പറയാകത്തില്ല. വീട്ടിൽ പോയിരുന്ന് ഞാൻ റൂമിനകത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മ ഇല്ലാത്ത സമയം, ഉമ്മ വെളിയിൽ പോകുന്ന സമയം വെളിയിൽ പോയിരുന്നിട്ട് വീടിന്റെ ബാക്ക് സൈഡിൽ സ്ഥലമുണ്ട്, അവിടെ പോയിരുന്ന് കരയുമായിരുന്നു. എനിക്കങ്ങ് താങ്ങാൻ പറ്റത്തില്ല. കാരണം അന്നാണ് ഞാൻ റിയൽ ആയിട്ട് മനസ്സിലായി ലൈഫിലെ ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുന്നത് പൈസയാണ്. പൈസ ഉണ്ടായിരുന്നെങ്കിൽ സമാധാനമായിട്ട് എനിക്ക് ആ വീട്ടിനകത്തിരിക്കായിരുന്നു. എനിക്ക് മനസ്സിലായി പ്രണയം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് ഒന്നുമല്ല ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം, പൈസ തന്നെയാണ്. ഈ പൈസ ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും മാറും. മനസ്സിലായി. അങ്ങനെ എടുത്തെടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ തന്നെ ഏകദേശം 1.5 ലക്ഷം രൂപ പിന്നെ എനിക്ക് കടമായി. പിന്നെ ഞാൻ അത് അടച്ചു പൂട്ടേണ്ടി വന്നു. കടക്കാരെ പേടിച്ച് ഞാൻ നാട്ടിൽ പോയി കട എല്ലാം അടച്ചു പൂട്ടി കെട്ടി. എന്നിട്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ദുബായിൽ വന്ന് വിട്ടു? എന്നിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പം അങ്ങനെ എനിക്കൊരു ചെറിയൊരു സ്നേഹം വന്നു, പ്രണയം. അങ്ങനെ ജീവിതത്തിൽ പ്രണയം വന്ന്. അവര് ഇച്ചിരി വലിയ ആൾക്കാരാണ്, നമുക്കാണെങ്കിൽ പൈസ ഒന്നുമില്ല. ഞാനാണെങ്കിൽ ഇങ്ങ് എത്തിയിട്ട് പോലും ഇല്ല, ഇപ്പോഴും കടമാണ്. പിന്നെ അവര് കുറച്ചാൾ നിന്നിട്ട് എന്നെ കള്ളക്കേസിലൊക്കെ കുടുക്കി. മീൻസ് അവരെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വീട്ടുകാരാണ്. നമ്മൾ പൈസ ഇല്ലാത്തവരാണ്, അവർ വലിയ പ്രമാണികളാണ്. അവർക്ക് ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ വാപ്പ കൊലയാളി, നാട്ടിലാണ് നല്ലൊരു പേരില്ല, നല്ല വീടില്ല, ചേട്ടനെ കുറിച്ച് നല്ലൊരു പേരില്ല, മോശം അഭിപ്രായം. കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പൊ എന്നെ കുറിച്ച് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ പറയുള്ളൂ നമ്മുടെ കുടുംബത്തെ കുറിച്ച്. അപ്പൊ അവളുടെ വീട്ടുകാർ നല്ല വലിയ നിലയിലുള്ളവരാണ്.
അപ്പോൾ അവരെന്നെ ഒരു ദിവസം ഇങ്ങനെ തന്ത്രപരമായിട്ട് വിളിച്ചു വരുത്തി എന്നെ ഉപദ്രവിച്ച്. അത് വാർത്തയിലൊക്കെ ആയതാ, മാധ്യമത്തിലൊക്കെ ഉണ്ടായിരുന്നു. മീഡിയ 1, 24 ന്യൂസിൽ ഒരു രാത്രി വീട്ടിൽ കെട്ടിത്തൂക്കിയിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, കമ്പി കൊണ്ട് അടിച്ചിട്ടുണ്ട്. എൻ്റെ ഇവിടെ പാടൊക്കെ ഉണ്ട്, കണ്ടില്ലേ, ഇവിടെ പാടുണ്ട്, ഇവിടെ പാടുണ്ട്. ഇത് ബ്ലേഡ് വെച്ചിട്ട് വരച്ചിട്ടാണ്, മുളകൊക്കെ കീറിയിട്ട് എൻ്റെ കണ്ണിനുള്ളിൽ തേച്ചിട്ടുണ്ട്. ഞാൻ കേസൊന്നും കൊടുത്തില്ല, ഞാൻ കേസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് എനിക്കെതിരെ കള്ള കേസിൽ കുടുക്കി. സത്യത്തില് എൻ്റെ പുറമെല്ലാം അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണൊക്കെ ഇത്ര ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ എന്നെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി, എൻ്റെ ഉമ്മ എന്നെ കണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. കാരണം അവർക്കൊന്നും പ്രേമിച്ചതിന്റെ പേരില് ഇത്രയൊക്കെ അനുഭവിക്കേണ്ട വന്നു ലൈഫിൽ. എന്ത് പറയാനാ, അവര് എന്നെ അതുപോലെ ഉപദ്രവിച്ച് ഇല്ലാണ്ടാക്കുന്നു. അതായത് ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് നഹാസിന് വയ്യാതെയായി. എന്നിട്ട് അപ്പൊ എങ്ങനെ ദുബായിലേക്ക്? അതാണ്, അതായത് അന്ന് അടി കൊണ്ടിട്ട് എന്നെ വന്താനം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി. അപ്പോൾ എനിക്കത് ഞാൻ മുള്ളിയപ്പോൾ എനിക്ക് ചോര വന്നു. കാരണം അത്രയ്ക്കും എന്നെ ഞാൻ അടി കൊണ്ടിട്ടെന്ന് പറയുമ്പോൾ എൻ്റെ ശരീരം ഇല്ല, അതുപോലെ അടിച്ച് എനിക്ക് തലയൊക്കെ എനിക്ക് നിൽക്കത്തോലുമില്ലായിരുന്നു, നേരെ നിൽക്കത്തില്ലായിരുന്നു, തലയൊക്കെ അതുപോലെ അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ സമയം എൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുക. ഞാൻ ഒരു മാസ്ക് വെച്ച് കണ്ണാടി വെച്ചിട്ടാണ് ഇമിഗ്രേഷൻ എത്തിയത്. എന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ണൂരിയിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമല്ലോ, കണ്ണൂർ സ്കാൻ ചെയ്യുന്നവർ അവരെന്നെ ഇങ്ങനെ നോക്കിയിട്ട് അവരെന്നെ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് എന്നെ സംസാരം, എന്തോലും അടിയിടി കേസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എന്നെ മാറ്റി. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ദുബായിലേക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ല, എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അവിടുന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് അവിടുന്ന് നേരെ ദുബായ്. ഞാൻ മഹാരാഷ്ട്ര വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിറച്ച് പോലീസ്, എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ, എൻ്റെ വീടിനകത്ത് എല്ലാം കയറി ഇറങ്ങി. അവനെവിടെ, എനിക്ക് പാസ്പോർട്ടുള്ള കാര്യം ആർക്കും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. ഈ വീട്ടിൽ കൊണ്ട് അറിഞ്ഞാൽ അറിയട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അവർ കയറി ഇറങ്ങി എന്നെ പിടിക്കാൻ വേണ്ടി നടന്നു. ഉമ്മ പറഞ്ഞ് അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാനപ്പോഴത്തേന് മഹാരാഷ്ട്രയിൽ നേരെ ദുബായിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേന് എൻ്റെ വാപ്പ എന്നെ കണ്ടപ്പോഴത്തേന് പൊട്ടിയും കരഞ്ഞു. സൈക്കിളിൽ ഇരുന്നിട്ട് പൊട്ടി കരഞ്ഞു പുള്ളി. കാരണം പുള്ളി, എനിക്കറിയത്തില്ല അന്നാ മനസ്സിലായി പുള്ളി എന്നെ അത്ര സ്നേഹിക്കുന്നുണ്ടെന്ന്. പൊട്ടിക്കരഞ്ഞു. അത് പുള്ളിക്ക് എൻ്റെ മുഖത്ത് പോലും നോക്കാൻ ഒരു ധൈര്യമില്ലായിരുന്നു. ഇത് കൂടാതെ എൻ്റെ ലൈഫിൽ എന്നെ വേറെ രീതിയിൽ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് അനീഷ് എന്ന് പറഞ്ഞ ഒരാൾ. അപ്പോൾ അത് വാപ്പാടെ നമ്മുടെ ഒരു കുടുംബത്തിലുള്ള നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. പുള്ളിയും കൂടെ സഹായത്തിലാണ് ഞാൻ ദുബായിലെത്തിയത്. കാരണം പുള്ളി എന്നെ വാപ്പാടത്ത് എത്തിച്ച് അങ്ങനെ റൂമിൽ ഇരുന്ന് ഡിപ്രഷൻ്റെ ഹൈ ലെവലായിരുന്നു ഞാൻ. ഡിപ്രഷൻ്റെ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വാപ്പ അതേപോലെ നടക്കും, എനിക്ക് വാപ്പയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. വാപ്പ എന്നെ കാണുമ്പോൾ ഡെയിലി കരച്ചിൽ. എനിക്കത് എണ്ണിക്കാൻ എന്നെ തീരുമാനം കൊണ്ടുപോയിട്ട് എനിക്കെൻ്റെ ദേഹത്ത് ഇങ്ങനെ സാധനം വെക്കുമ്പോൾ ഞാനിങ്ങനെ അലറുന്നൊന്നുമില്ല. എൻ്റെ മനസ്സിലൊക്കെ വേറെ സാധനങ്ങളാണ് ഇങ്ങനെ ഓടുന്നത്. എന്നെ ഇങ്ങനെ കിഴി ഇങ്ങനെ വെക്കും, നല്ല ചൂടുള്ള കിഴി വെക്കും. എനിക്കൊന്ന് വേദനിക്കുന്നില്ലേ അവരെ ചോദിക്കും. ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ വേദനിക്കുമല്ലോ. കാരണം എന്നെ കറുത്തിരുണ്ട് കിടക്കും എൻ്റെ പുറമൊക്കെ അടി കൊണ്ടിട്ട്. എന്നിട്ട് ഏകദേശം 1 മാസത്തോളം ഞാൻ തിരുമാൻ പോയി. 1 മാസത്തോളം ഞാൻ തിരുമാൻ പോയി. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ബ്ലേഡ് എടുത്ത്, എൻ്റെ ഇവിടെ ഒരു പാടുണ്ട് കണ്ടില്ലേ, ബ്ലേഡ് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ബാത്റൂമിൽ കയറി നിന്നിട്ട് ഇത്. കാരണം എന്നെ വാപ്പ വെളിവെടുത്തില്ല, വാപ്പ അവിടെ തന്നെ ഇരുത്തിയേക്കും. അപ്പോൾ വാപ്പ പോകുമ്പോൾ ചാവി പൂട്ടിയിട്ടാ പോകുന്നത്. അപ്പോൾ എനിക്ക് വേറെ വഴിയില്ല, റൂമിലിട്ട് പൂട്ടിയിട്ടാണ് വാപ്പ ചെറുതായിട്ട് പൂട്ടിയിട്ട് വെളിയിൽ നിന്ന് പൂട്ടിയിട്ടാ പോകുന്നത്. ഇത് ഞാൻ ബാത്റൂമിൽ ഇരുന്നുള്ള ബ്ലേഡ് എടുത്തിട്ട് മുറിച്ചത്. ഞാൻ മുറിച്ചിട്ട് കളയുന്നില്ല. ഞാൻ എന്നിട്ട് യൂട്യൂബിൽ നോക്കി എങ്ങനെ മുറിക്കുന്നത്. ഞാനിത് കട്ട് ചെയ്യുന്ന നോക്കിയിട്ട് അതുപോലെ ആ ബ്ലേഡ് പിടിച്ചിട്ട് കട്ട് ചെയ്തു. അപ്പം തന്നെ വാപ്പ വന്ന് അപ്പോൾ അവിടെ ഒരാൾ ചോദിച്ചു, ഇവൻ കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതാന്ന് പറഞ്ഞു. ലാസ്റ്റ് വാപ്പ കയറി തട്ടി തുറന്ന് നോക്കിയ ചോര ഇങ്ങനെ വരുന്നു. കട്ടായിട്ടില്ല, തൊലി ഇങ്ങനെ കട്ടായിട്ടുള്ളൂ, കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് ഭയങ്കര റിസ്ക്കാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നതുകൊണ്ടല്ല. ഈ സാധനം കട്ട് ചെയ്യാൻ പറ്റത്തില്ല നോർമലി, നല്ല ആഴത്തി അറുത്താലേ പോകത്തുള്ളൂ. ചോര ഇങ്ങനെ വന്നു. വാപ്പ വന്നിട്ട് എന്നെ ഒറ്റയടി അടിച്ചിട്ട് എൻ്റെ അടുത്ത് ഉള്ളി കയറ്റിയിട്ട് പറഞ്ഞു, നീ എന്തിനുള്ള പുറപ്പാടാ, ഒരാൾ എന്തേലും ഉണ്ടായെന്ന് പറഞ്ഞാൽ ലൈഫിൽ ഇങ്ങനെ തോറ്റു കൊടുക്കുകയാണ് വേണ്ടേ, തിരിച്ചു വരണം, മുന്നോട്ട് പോകണം, ഒരിക്കലും വിട്ടുകൊടുക്കില്ല ലൈഫിൽ. ഇങ്ങനെ നീ ആർക്കും വേണ്ടി ലൈഫിൽ തൊലഞ്ഞു പോകാനല്ല ലൈഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ തൊലയാനാണ് നീ എന്നെ കൊന്നിട്ട് നീ ചാവ്, നീ ഒറ്റയ്ക്ക് ചാവണ്ടെന്നൊക്കെ പറഞ്ഞു. വാപ്പ കുറച്ച് സമയങ്ങളെ റൂമിൽ നിന്ന് പോകാറുള്ളൂ, 2-3 മണിക്കൂറൊക്കെ വെളിയിൽ പോകും. അങ്ങനെ എനിക്ക് ഫോൺ വാങ്ങിച്ചു തന്ന് എനിക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് ഏകദേശം 1.5 വർഷം 2 വർഷമോളം എൻ്റെ ശരീരത്തിൽ 1.5 വർഷമോളം എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ അടുത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റത്തില്ല. അണ്ണൻ എന്നോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അവൻ ഒറ്റയ്ക്ക് നീ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ലൈഫിൽ, കാരണം വീട്ടിൽ അതുപോലെ കടമുണ്ട്, നീയും കൂടെ പിടിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ നോക്കിക്കോളാം എല്ലാം എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങിയതിന് വാപ്പാടെ കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനും വാപ്പായും കൂടെ
ചേർന്നിട്ട് ഈ ബിസിനസ് തുടങ്ങാം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ അറിയത്തില്ല, 70 ദിറംസിന് വേണ്ടി ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് വാപ്പ ചെയ്ത അതേപോലെ തന്നെ വെള്ളത്തിൽ മുക്കി തോർത്ത് വെള്ളത്തിൽ മുക്കി തലയിട്ടിട്ട് നാദയിൽ വരെ സൈക്കിളെ ഓട്ടിയിട്ടുണ്ട്. അത് അബുഹൈലിൽ നിന്ന് നാദ വരെ സൈക്കിളെ ഓട്ടിയിട്ടുണ്ട്. 70 ദിറംസിന് ഒരാൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്താൽ ഒരു മാസം 70 ദിറംസ് ലാഭം കിട്ടും. അതിൽ നിന്ന് ഒരു മാസം 70 ദിറംസ് ലാഭം കിട്ടും. എനിക്കാണെങ്കിൽ ജന്മന കാലിനൊരു പ്രശ്നമുണ്ട്. അതെന്ന് പറയുമ്പോൾ കുറേ ഓപ്പറേഷൻ കഴിഞ്ഞാലൊക്കെ പോവുള്ളൂ, അല്ലാതെ പോവില്ല. അപ്പോൾ അത് ഇപ്പോഴും എൻ്റെ ജീവിത സഖിയായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് ബോൾട്ട് തേയുന്നൊരു സുഖം. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനങ്ങല്ലോ, ഒരുപാട് പണി ചെയ്യല്ലോ, ഒരുപാട് ഇരിക്കല്ലോ, ഒരുപാട് നടക്കണം എന്ന് തോന്നും. എന്നാൽ എനിക്കിതെല്ലാം ഓവറായിട്ട് ചെയ്യാൻ വേണം, കാരണം അതുപോലെ ലൈഫായി. പിന്നെ ഞാൻ എല്ലാം വിട്ടു. വാപ്പാടെ ബിസിനസ്സും മെസ്സും ഫുഡും മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അല്ല, മുഖമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തുടക്കാൻ നേരം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈ 2 കൈ ഇവിടെ ഇങ്ങനെ പാക്ക് ചെയ്യാൻ നേരം, ഇങ്ങനെ കണ്ടെയ്നർ പാക്കിങ് ചെയ്യാൻ നേരമില്ല, ഇതെല്ലാം ഇങ്ങനെ കീറും. നമ്മളല്ലാതെ മറ്റേ ഫോയിലിങ്ങിൽ ഇങ്ങനെ കറക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കീറും. എന്തൊരു തലും ഭയങ്കര വേദനയാണ്. നല്ലോണം ഫുഡ് കഴിക്കാനോ ഒന്നിനും പറ്റത്തില്ല. എന്നാലും അപ്പോൾ നമ്മുടെ റൂമിൻ്റെ റെന്റ് 3300. അപ്പം അത് കൊടുക്കാൻ സാമ്പത്തികം ഇല്ലാതെ വന്നു നമുക്ക്. കാരണം എല്ലാം കൂടെ ഒന്നേന്ന് തുടങ്ങി ലാസ്റ്റ് പൈസ ഇല്ല, അതില്ല, എല്ലായിടത്തൊന്നും എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. എല്ലായിടത്തും എൻ്റെ വാപ്പാട് ചോദിച്ചപ്പോൾ, വാപ്പ ഇവനൊക്കെ എന്താണ്, ഈ ബംഗാളി അല്ലേ, ഇവനൊക്കെ നമ്മുടെ അടുത്തൊന്ന് റെന്റ് ചോദിക്കുന്നു. അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത് ചോദിച്ചു. അവനത് റിയൽ എസ്റ്റേറ്റ് അല്ലേ, ഭയങ്കര വലിയ പണിയാണ്, അതൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ എങ്ങനെയാണ്. വാപ്പ പറഞ്ഞു, ബിൽഡിങ് വാങ്ങിക്കണം, ചെക്ക് കൊടുക്കണം, ബാങ്ക് അക്കൗണ്ട് വേണം, നിനക്കും ഇല്ല എനിക്കും ഇല്ല, അപ്പോൾ അതൊന്നും തുടങ്ങാൻ പറ്റത്തില്ല, അപ്പോൾ പ്രശ്നം. അപ്പോൾ അത് പൈസ വേണം അതിന് മുമ്പ്. അതിൻ്റെ തലേദിവസം ഞങ്ങളൊന്ന് റെന്റ് കൊടുക്കാനില്ല, വാപ്പ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ വാപ്പ എന്നോട് പറഞ്ഞ്, മോനെ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ എവിടെയെങ്കിലും ജോലി റെഡിയാക്കി തരാം, നീ അതിന് പോ, എന്തായാലും ഇതിങ്ങനെ കിടക്കുമല്ലേ, ഞാൻ എവിടുന്നേലും മാറാം, കടക്കാരെ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, എവിടുന്ന് ഞാൻ റാസൽ കൈമലോട്ട് എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞു. ശരി. അങ്ങനെ ഇന്ന് ഒരു ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു ദിവസം രാവിലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഹയറിങ് വീഡിയോ ആണ്. ഞാനപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, ഹയറിങ് വീഡിയോ, ഇതെന്താണ് സംഭവം, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്, ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യണമല്ലോ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരിടത്ത് പോലും ജോലിക്ക് CV കൊണ്ട് കൊടുക്കാത്ത ഒരാൾ. ഞാൻ അപ്പം തന്നെ ഇരുന്ന് യൂട്യൂബിലെല്ലാം നോക്കി 1 മണിക്കൂർ കൊണ്ട് എങ്ങനെ CV ഉണ്ടാക്കുന്നത് പഠിച്ച്, സ്വന്തമായിട്ട് CV ഉണ്ടാക്കി, സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്ത്, സ്വന്തമായിട്ട് കുറേ സംഭവം ഉണ്ടാക്കി, ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്, ഞാൻ തന്നെ ആ അത്ര ഫോൺ അനങ്ങത്തില്ല, ഇങ്ങനെ നെക്കി കഴിഞ്ഞ് ഇങ്ങനെ ഹാങ് ആവും. ആ ഫോണിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് ഏകദേശം 2-2.5 മണിക്കൂർ എടുത്ത് ആ CV അവർ പറഞ്ഞ നമ്പറിലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് കുറെ അവസ്ഥകൾ വന്നു ലൈഫിൽ. എന്നിട്ട് പിന്നെ എന്നോട് വരാൻ പറഞ്ഞു, എവിടാന്ന് ബിസിനസ് ബേ അറിയത്തില്ല. എന്നിട്ട് കരയല്ലേ, എൻ്റെ ആ വലിയ മനസ്സ് എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ വന്നപ്പോൾ എനിക്ക് ആകെ ഒരു തവണ മെട്രോ പോയിട്ടുള്ളൂ. എനിക്ക് മെട്രോ പോയിട്ട് എവിടെ ഇറങ്ങണം, ബിസിനസ് ബേ എന്താണ് ഒന്നും അറിയത്തില്ല. അന്ന് ഗൈഡ് ചെയ്യാൻ ആരുമില്ല. വാപ്പ പറഞ്ഞു ബുർജ് ഖലീഫയുടെ അടുത്താന്ന് പറഞ്ഞു. അവിടുന്ന് ഇറങ്ങി നേരെ ഞാൻ ഈ ബിസിനസ് ബേ റോഡിൽ ഇന്നും കാണുമ്പോൾ പൊട്ടിക്കരയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ബിസിനസ് ബേ റോഡിൽ വന്നിരുന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം ഈ ബിൽഡിങ്ങുകളുടെ പേരെന്താണ്, ഇത് ഏതാണെന്ന് അറിയാതെ, ഏതിലേക്ക് എത്തിപ്പെടണമെന്ന് അറിയാതെ ഞാൻ അവരിന്ന് കരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് ഞാൻ എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് നമ്മുടെ ഓഫീസിൽ ഞാൻ ഓഫീസിൽ വരുമ്പോൾ എൻ്റെ പാൻറ് എനിക്ക് കറക്റ്റായിട്ട് ഇടാനുള്ള ഒരു ബെൽറ്റ് ഇല്ല എൻ്റെ കയ്യിൽ. എൻ്റെ നേരത്തുള്ള ട്രൗസർ ഉണ്ടായിരുന്നു, അതിൻ്റെ വള്ളി കറക്റ്റായിട്ട് കെട്ടിയിട്ട് ഞാൻ അത് കാണാതിരിക്കാൻ വേണ്ടി മടക്കി വെച്ചിട്ടാണ് ഞാൻ ഓഫീസിനുള്ളിൽ വന്നത്. അപ്പോഴാണ് ഞാൻ ഓഫീസിനുള്ളിൽ കയറി ഇങ്ങനെ ഓഫീസിൻ്റെ പണ്ട് ഓഫീസ് തുറക്കുമ്പോൾ ഡോർ ഉണ്ടായിരുന്നു, ആ തൊള്ളയിൽ കൂടെ നോക്കി നൗഫിനെ കാണാൻ. നൗഫിൻ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ തുറന്ന് ഉള്ളിലോട്ട് വന്ന് അപ്പോഴാണ് ആഷ് ബോസ് വരുന്നത്. ആഷ് ബോസിനെ കണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ കണ്ട പോലെ എന്നാലും കാണാത്ത പോലെ ഒരു പരിചയം. അത് കഴിഞ്ഞ് സായിബ്രോ വന്നപ്പോൾ മറ്റേ തലയിലൊരു വലിയൊരു ആർക്കൊക്കെ വെച്ച് ഇത് വരത്തില്ല, അതായത് ദൈവം വരത്തില്ലേ, അതേപോലെ ഒരു ദൈവം ഇങ്ങനെ കയറി പോകുന്നു. ഞാനിങ്ങനെ നോക്കി ആ ഷൂട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നപ്പോഴേ മനസ്സ് നിറഞ്ഞുപോയി. എന്താണിത് എന്ന് പറഞ്ഞിട്ട്, ഇതുപോലെ ആവാൻ പറ്റുമോ,
കാരണം ഭയങ്കര ബഹുമാനം തോന്നി. അത് ആ ബഹുമാനം സ്നേഹവും എല്ലാം ഇന്നും ഉണ്ട് മനസ്സിൽ, ഒരിക്കലും പോകില്ല. ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ എണ്ണിച്ചിട്ട് പോയി ചോദിച്ചു ആരാ പോയി, ഓണർ ഓണർ, ഞാൻ ശരിയെന്ന്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇംഗ്ലീഷ് വലിയ കാര്യത്തിൽ പഠിച്ചിട്ടാണ് വന്നത്. മൈ നെയിം ഈസ് മുഹമ്മദ് നവാസ്. കാരണം ഇംഗ്ലീഷ് അറിയത്തില്ല. ഐ എം കമ്മിങ് ഫ്രം ഇന്ത്യ, കേരള, പത്തനംതിട്ട, കോന്നി, എല്ലാം ഇങ്ങനെ പഠിച്ചിട്ട് വന്നത്. അപ്പം നേരെ വന്ന് സാഹിബിനോട് എടുത്തുകൊണ്ട് വന്നിരുന്നു. സാഹിബ് പേരെന്താ, മലയാളത്തില് അവിടെ അലിഞ്ഞു പോയി. പിന്നെ അവിടെ കാര്യങ്ങളായി. പിന്നെ റിയൽ എസ്റ്റേറ്റിൽ കയറി. എനിക്ക് ഓർമ്മയുണ്ട്, നഹാസ് വന്ന് സംസാരിക്കുമ്പോൾ നഹാസിനോട് കുഞ്ചു ചോദിച്ച് നഹാസിനെ കൊണ്ട് പറ്റുമോ. അപ്പോൾ നഹാസ് ഒരു ഡയലോഗ് പറഞ്ഞു, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇത് പൈസ ഉണ്ടാക്കലല്ലാണ്ട് എൻ്റെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട് പറ്റുമോ ഇത്. നഹാസ് പുതിയത് ദുബായിൽ ഐ കോണ്ടാക്ട് ഇല്ല. അന്ന് തന്നെ എനിക്ക് ആ ഒരു ലൈഫിലത്തെ കടന്നുപോയ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഫേസിലും ഒരു വിഷമാണ് മുഖത്ത്. അപ്പൊ എനിക്ക് പറ്റും, എനിക്ക് ലൈഫിൽ രക്ഷപ്പെടണം എന്നുള്ള ഒരു വാക്കാണ് നഹാസ് അന്ന് പറഞ്ഞത്. അതും നഹാസ് അന്ന് അത്രയും വീക്കായിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു വേർഡ് പറഞ്ഞില്ലേ, എനിക്ക് ലൈഫിൽ രക്ഷപ്പെടണം, ആ ഒരു വേർഡിന് എനർജി ഉണ്ടായിരുന്നു. ആ എനർജിയാണ് ലൈഫ് രക്ഷപ്പെടാനുള്ള. കാരണം എല്ലായിടത്തും ഞാൻ തോറ്റുപോയി, എല്ലായിടത്തും എന്ത് ചെയ്തിട്ടും ഞാൻ തോറ്റുപോയി, എന്ത് ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ല, എവിടെ എത്തിക്കുന്നില്ല. ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ടിട്ടുണ്ട്, എന്ത് നശിച്ച ജീവിതം ഇത്, എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുത്താത്ത, എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങ് നശിപ്പിച്ചിടുവാണല്ലോ അല്ല. എനിക്കൊരു ഗതിയില്ലേ ഒക്കെ ഞാൻ പ്രാഗിയിട്ടുണ്ട്, സ്വന്തമായിട്ടും ദൈവത്തിനൊക്കെ പ്രാഗിയിട്ടുണ്ട്. കരഞ്ഞ് ഞാൻ പറയും, നീ എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നു, നീ എന്നെ കൊല്ലാൻ നോക്കുവാണ്, നീ എനിക്ക് എന്തെങ്കിലും താ, കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യണം ലൈഫിൽ, ഞാനിങ്ങനെ ഇരുന്നാൽ പോരാ എന്നൊക്കെ കിടന്ന് കുറേ പറയുമായിരുന്നു ഞാൻ അള്ളാഹിനോട്. കാരണം പരിഭവം പറയാൻ വേറെ ആരുമില്ല. പാപ്പ അവസ്ഥയിക്കുന്നത് അദ്ദേഹത്തിന് പരിഭവം പറയാൻ പറ്റും. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള പരിഭവങ്ങളെ പറയാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ജേർണി അങ്ങനെ തുടങ്ങി. എല്ലാ ട്രെയിനിങ് തരുമ്പോഴും നഹാസ് ഇടയ്ക്ക് നമ്മള് സെക്ഷൻ എടുക്കുമ്പോൾ ഇടയ്ക്ക് മൈൻഡ് ഔട്ട് ആവും. പിന്നെ ഇടയ്ക്ക് വീണ്ടും വരും, ഇടയ്ക്ക് വീണ്ടും മൈൻഡ് ഔട്ട് ആവും. പിന്നെ വേറെ എടുത്തു പറയേണ്ട കാര്യം, നമുക്കന്ന് 2 ഓഫീസായിരുന്നു. ഒരു ഓഫീസ് ബിസിനസ് ബേയില്, ഒരെണ്ണം ഡൗൺ ടൗണില്. നഹാസ് വീഡിയോ എടുക്കാൻ വേണ്ടി നടന്ന് ഡൗൺ ടൗണിൽ നടന്ന് ബിസിനസ് ബേയിൽ വന്ന് വീഡിയോ എടുക്കാൻ. അന്ന് അവിടെ ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റുഡിയോയ്ക്ക് വീഡിയോ എടുക്കാൻ നടന്നു വന്നു വെയിലത്ത്. അത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും, ഞാനും കുഞ്ച്, ഈ ചെക്കനത് എന്തേ കാണിക്കണത്, ഈ ബിസിനസ് ബേന്ന് ഇത്രേ ദൂരം മര്യാദയ്ക്കൊരു പ്രോപ്പർ റോഡ് പോലും നമുക്ക് നടക്കാനുള്ള പാസേജ് പോലും ഇല്ല, അതൊന്നും ഇല്ലാണ്ട് വെയിലത്ത് നടന്നു വന്നേക്ക വീഡിയോ എടുക്കാൻ. എനിക്ക് തോന്നി സാഹിബ് പറഞ്ഞത് ഇത് ബൺ ആൻഡ് ബട്ടർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അപ്പൊ എനിക്ക് വീഡിയോ ചെയ്യണം, എനിക്ക് എവിടെയെങ്കിലും എത്തണം, എന്റെ സമയം എനിക്ക് ഇത് ചെയ്യണം. അപ്പൊ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് അവിടെ ഒരു ഹോപ്പില്ല, എനിക്ക് ഇതേ ഉള്ള ഹോപ്പ്. അപ്പൊ അവിടെ ഒരു ഇപ്പം സുഹേൽ ഭായ് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെയ്തു തരാൻ, നീ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ മെട്രോയ്ക്ക് പോകണമെങ്കിൽ അവിടുന്ന് കുറച്ച് നടക്കണം, പിന്നെ അവിടെ പൈസ കൊടുക്കണം. പക്ഷെ ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കറിയാം, എന്തോ നഹാസിന് എവിടെയോ എന്തോ പ്രശ്നമുണ്ട്, പക്ഷെ ഒന്നും പറയണില്ല. പ്രശ്നങ്ങളുണ്ട്, പറയണില്ല. അപ്പൊ ഇതെന്ത് എന്തോ ഒരു നിഗൂഢതയായിരുന്നു അല്ലേ. നോർമലി ഉള്ള ബാക്കിയുള്ള ആരെ പോലെ അല്ലായിരുന്നു നഹാസ്. ഒരു യുണീക്ക്, എന്ത് കിളിവതാണോ, ഇതെന്ത് ഇനിയിപ്പോ വല്ല മറ്റേ ഡ്രഗ് അഡിക്റ്റ് വല്ലതാണോ എന്ന് വരെ ഞങ്ങൾ സംശയിച്ചിട്ടുണ്ട്. കാരണം അടി കിട്ടി തലയിലൊക്കെ അടി കിട്ടിയെന്ന് കണക്കില്ല. അത് അടി കിട്ടി തലയൊന്നും നേരെ നിൽക്കുന്നില്ല, ഒന്നിലും കോൺസെൻട്രേഷൻ ഇല്ല. ഞാൻ എന്നാലും എന്റെ ലൈഫിനെ പുഷ് ചെയ്തോണ്ടിരിക്കുക. നഹാസിന് ആദ്യത്തെ സമയങ്ങളിൽ ഒന്ന് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളൊരു വീട്ടിലത്തെ പ്രശ്നം, ഇതൊന്നും നമുക്കറിയില്ല. വീട്ടിലത്തെ പ്രശ്നങ്ങൾ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലുള്ള വേറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം എവിടെന്നോ ഒരു മാജിക് പോലെ നഹാസ് ഡയാറില് ഡെവലപ്പർ ഓഫീസിലിരുന്ന് ഒരു ഫോക്കസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത്. കാരണം ഇതുപോലെ ആരും പണിയെടുക്കണ ഞാൻ കണ്ടിട്ടില്ല. വരുന്നു, മൊബൈൽ എടുക്കുന്നു, പേപ്പർ എടുക്കുന്നു, കാര്യങ്ങളൊക്കെ പണിയെടുക്കുന്നു. ആ ഒരു ഫോക്കസ് കണ്ടാൽ തന്നെ അറിയാം നഹാസ് ഇവിടെ ഒന്നും അല്ല, നഹാസ് ആ വേറെ ഏതോ ഒരു ലോകത്തിരുന്ന്. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് എന്റെ മെന്റർ പറഞ്ഞു, നീ ഇനി അവിടുത്തെ പണി ഒന്നും അത് ചെയ്യില്ല, ഇത് ചെയ്യുന്നു പറഞ്ഞു. ഞാനപ്പോ തീരുമാനിച്ചു എനിക്ക് ഇത് ചെയ്യണം എന്ന് തോന്നി. വാപ്പ എന്റെ കൈ പിടിച്ചു പറഞ്ഞു, മോനെ ഒരു
ഞാനൊരു ജ്യൂസറിന്റെ ജോലി ഏർപ്പാടാക്കിയിട്ടുണ്ട്, നീ അതിന് പോവെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട പാപ്പ, ഞാനത് ചെയ്യട്ടെ, ഞാൻ ചെയ്തു നോക്കാം, ഞാൻ കാണിച്ചു തരാം, ഞാൻ എല്ലാം ചെയ്യാം, പാപ്പ സമാധാനത്തോടെ. പാപ്പ കടം കയറി കഴിഞ്ഞാൽ പാപ്പ റാസൽ കൈമയിലോട്ട് പോയി. ഞാനപ്പോൾ എനിക്കപ്പം വേറെ വഴിയില്ല, എനിക്കൊരു റൂം റെഡിയാക്കാൻ വേണ്ടി നോക്കി, പക്ഷെ പറ്റിയില്ല. 2 ദിവസം ഞാൻ അബുഹയിൽ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഉള്ള, അതായത് ബസ് സ്റ്റേഷൻ്റെ ബോക്സിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ട്. 2 ദിവസം ഞാൻ എൻ്റെ ബാഗ് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. ഒരു ഓഫീസിൽ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം കുളിക്കാതെ 2 ദിവസം ഞാൻ ബോക്സിലിരുന്ന് ഉറങ്ങിയിട്ട് ഞാൻ 3ാമത്തെ ദിവസം ഡീൽ എനിക്ക് ക്ലോസ് ചെയ്തു. 3ാമത്തെ ദിവസം ഈ ഫസ്റ്റ് ഡീൽ ക്ലോസ് ചെയ്തപ്പോ എന്താണ്? ഞാൻ ആ വീഡിയോ ഇപ്പൊ 2 ദിവസം ഞാൻ കൃത്യമായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. കാരണം അപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടക്കാൻ നല്ല സ്ഥലം കിട്ടിയിട്ടൊന്നുമില്ല. ഞാൻ 2 ദിവസം ഇതില് ബസ്സിന്റെ ബോക്സിൽ ഇട്ടിട്ടാണ് ഉറങ്ങി. അതിൽ ഒരു ദിവസം പോലീസ് വന്ന് പിടിക്കുകയും ചെയ്തു. ഞാൻ പിറ്റേ ദിവസം ഞാൻ എണ്ണിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ നമ്മൾ രാവിലെ ഓഫീസിൽ പ്ലാൻ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാൻ പോയത്. എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് ഞാൻ ആ വീഡിയോ 2.5 മണിക്കൂർ പ്ലാൻ ചെയ്തു. 2.5 മണിക്കൂർ ഞാൻ തന്നെ പറഞ്ഞു കാരണം അത് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2.5 മണിക്കൂർ പറഞ്ഞ് വെയിലത്ത് കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ വീഡിയോ ഏകദേശം ഒരു 3-4 ഷൂട്ടിൽ ഇട്ട് പിറ്റേ ദിവസം അത് പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഫസ്റ്റ് ക്ലയന്റ് വിളിക്കുന്നു. ഫസ്റ്റ് ക്ലയന്റ് വിളിച്ചപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ക്ലയന്റ് വിളിക്കുമ്പോൾ നമുക്ക് ആ ഒരു അല്ല ഇതുവരെ ഇതിനു മുമ്പ് ക്ലയന്റ് ഉണ്ട്. ഞാൻ എൻ്റെ കോൾ ഹിസ്റ്ററി ഒരു പ്രാവശ്യം എടുത്ത് നോക്കി. അതായത് ഞാൻ ഒരു മാസം ഞാൻ കണക്റ്റഡ് കോൾസ് മാത്രം 18,000 വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാസം 18,000. എൻ്റെ ആ ഫോൺ എൻ്റെ നിന്ന് പോയി. എൻ്റെ വാപ്പ വാങ്ങിച്ചു തന്നൊരു 300 ദിർഹംസിന്റെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എനിക്ക് നോക്കാൻ പറ്റി എൻ്റെ കോൾ ഹിസ്റ്ററി. അങ്ങനെ ട്രാക്ക് ചെയ്ത് ഒരു ചെറിയൊരു ആപ്പ് ഉണ്ട് അതിനകത്ത്, കോൾ ട്രാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കാണാൻ പറ്റും കണക്റ്റഡ് ആണോ അല്ല. അപ്പൊ ഇങ്ങനെ കണക്റ്റഡ് കോൾസ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഹിസ്റ്ററി എടുത്തപ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 1 മാസത്തെ. അപ്പൊ 18,000 കോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്. കോള് വിളിക്കുന്നത് അല്ലാതെ നേരത്തെ വീഡിയോ ഒന്ന് ലീഡ് വന്നു. അപ്പൊ നല്ല ലീഡ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ആദ്യമായിട്ട് ഒരു ടൗൺ ഹൗസ് ഇട്ടിട്ട് ടൗൺ ഹൗസിൽ നിന്ന് ഒരു ക്ലയന്റ് വിളിക്കുന്നത്. അത് യൂട്യൂബിൽ വെറും 500 വ്യൂസ് മാത്രമേ ഉള്ളൂ. അവര് വന്നിട്ട് ദേറി വന്ന് പിന്നെ ആ മീറ്റിംഗിൽ സാഹിബോസും കൂടെ വന്ന് ഞങ്ങൾ 2 കൂടെ ഇരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, കുഞ്ചോണ്ട് നഹാസിന്റെ ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നഹാസിന് അപ്പൊ കാരണം നമുക്ക് എന്ന് പറയാൻ നഹാസ് കിളിപോയിട്ടുള്ള നഹാസിന്റെ ക്ലയന്റിന്റെ മീറ്റിംഗ് ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ടെന്നാണ്. പിന്നെ സാഹിബോസ് വന്നു. അപ്പോൾ അദ്ദേഹം വേറെ അടുത്ത് നമ്പർ കൊടുക്കാൻ പോയതാണ് ക്ലയന്റ്. അപ്പൊ നമ്പർ കൊടുത്ത ആള് കൊടുത്ത നമ്പർ സാഹിബോസിന്റെ. നമ്മള് വന്നിരുന്നു. പിന്നെ അൽഹംദുലില്ലാ പുള്ളി 2 യൂണിറ്റ് എടുത്ത് 2 ബെഡ്റൂം എടുത്ത് അന്ന് തൊട്ട് പിന്നെ അങ്ങോട്ട് വെച്ചടി ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു നഹാസിന് ഉണ്ടായിരുന്നത്. പിന്നെ നഹാസ് ഇപ്പൊ ദുബായില് റിയൽ എസ്റ്റേറ്റില് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തി അല്ലേ? ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, നഹാസിന്റെ വീഡിയോസ് ഒക്കെ മില്യൺസ് ആണ് അല്ലേ? അത് മാത്രോ സ്വന്തമായിട്ട് കാറ്, വീട്, റോളക്സ് വാച്ച് ആണോ അത് അല്ലേ? റോളക്സ് റോളക്സിന്റെ വാച്ച് ഉണ്ട്. ദുബായില് ഇപ്പൊ സ്വന്തമായിട്ട് എല്ലാം ഉണ്ട് നഹാസിന് അല്ലേ? എവിടെ നിന്ന് വന്ന നഹാസ് ഇന്നിപ്പോ ലൈഫില് കഷ്ടപ്പെടുക. നമ്മള് ചെയ്യുന്ന മറ്റൊരാളെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ വേൾഡ് ടൂർ പോകാൻ പോകുന്നു അല്ലേ? അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒക്ടോബറിൽ വേൾഡ് 9 രാജ്യങ്ങൾ അടങ്ങുന്ന 9 രാജ്യങ്ങൾ ഓരോ അച്ചീവ്മെന്റ് ലൈഫിലേക്ക് കൊണ്ടുവരികയാണ്. എവിടെ നിന്ന് വന്ന ആള് വേൾഡ് ടൂറിൽ എത്തി നിൽക്കുന്നു. പിന്നെ ആഗ്രഹം എന്തായിരുന്നു? സ്കൈ ഡൈവ് ചെയ്യണം, പിന്നെ പാരാഗ്ലൈഡ്, സ്വന്തമായിട്ട് പാരാഗ്ലൈഡ് ചെയ്യണം. ലൈഫ് സ്റ്റോറി കേട്ടാ നമ്മൾ വിചാരിക്കും നഹാസിന് ഒരു 50 വയസ്സുണ്ടെന്ന്. പക്ഷെ ഇൻ റിയാലിറ്റി എത്ര വയസ്സുണ്ട് നഹാസിന്? എനിക്ക് 24 വയസ്സ്. 24 വയസ്സുകാരൻ അല്ലേ? 24 വയസ്സുകാരൻ കടന്നു പോയ ലൈഫിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 100 വയസ്സുകാരൻ കടന്നുപോയ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ 24 വയസ്സിൽ നഹാസ് എത്തി നിൽക്കുന്നത് ആ ഒരു പൊസിഷൻ അല്ലേ? അത് നമ്മുടെ കമ്പനിയിൽ പല പ്രാവശ്യത്തെ ടോപ്പ് പെർഫോമർ അല്ലേ? ഇപ്പൊ ടീം ലീഡർ, ബോർഡ് മെമ്പർ, അതുപോലെ എന്താ പറയാ ഇപ്പൊ വേൾഡ് ടൂർ പോകുന്നു. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി നാട്ടിലത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ നാട്ടിലെ പ്രശ്നം. പിന്നെ അതിനിടയ്ക്ക് ഞാൻ വാപ്പായെ
ഇത് ചെയ്ത്, അതായത് വൈറ്റ് പാസ്പോർട്ട് എടുത്ത് പുള്ളി നാട്ടിൽ കയറ്റി വിട്ടു. ഫാദറിന്റെ നാട്ടിലത്തെ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും തീർത്തു. അവിടെ പോയി 24-ാമത്തെ വയസ്സില് ഒരു കുടുംബത്തിലെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കുടുംബത്തിലെ പല പ്രശ്നങ്ങളും മാറ്റി കുടുംബത്തിനെ രക്ഷിച്ച് കൊണ്ടുവന്ന വ്യക്തിയാണ് നഹാസ് അല്ലേ? അതെ, എന്റെ വീട്ടിൽ 19 ലക്ഷം രൂപയുടെ മൂളി കട ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ എല്ലാം വീട്ടിൽ കുടുംബത്തിനെ എല്ലാം സെറ്റിൽ ആക്കി. ഇപ്പൊ അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലേക്ക് കുടുംബത്തിൽ. ഇപ്പൊ എനിക്ക് ഇടയ്ക്ക് നഹാസിനോട് പറഞ്ഞേക്കാൻ ഉമ്മ വിളിക്കും, ഉമ്മയ്ക്ക് വെറുതെ എത്രയാ വേണ്ടെന്ന് സന്തോഷം. കാരണം ഉമ്മ ഒരു സമയത്ത് വിളിക്കുമ്പോ കൊടുക്കാനില്ലായിരുന്നു. ഉമ്മ ചോദിക്കാറില്ല, കൊടുക്കാൻ വേണ്ടി ചോദിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഉമ്മക്ക് എന്നോട് എത്ര ചോദിച്ചാലും കൊടുക്കാൻ എനിക്ക് പറ്റും. അതെ, രാവിലെ വിളിക്കും, ഉമ്മയ്ക്ക് എത്ര ചോദിച്ചാലും ഉമ്മയ്ക്ക് പൈസ എറിഞ്ഞു കൊടുക്കും നഹാസ്. ഉമ്മേനെ മാത്രമല്ല പല ആൾക്കാരെയും ഇപ്പൊ നഹാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ ഇപ്പൊ നഹാസിന്റെ സഹായത്തോടെ ജീവിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഇത് ശരിക്കും ഉണ്ടല്ലോ നഹാസ്. എനിക്ക് തന്നെ നമ്മുടെ ഓഫീസിൽ തന്നെ ഇത്രയും ഒരു ലൈഫ് സ്റ്റോറി പറയാൻ വേറെ ആരും ഇല്ല. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നഹാസ് ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനി അതായത് 24 വയസ്സുള്ള ആളുകളോട്, കുട്ടികളോട് എന്താണ് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടി നഹാസിന് പറയാനുള്ളത്? അവരെന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും രക്ഷപ്പെടണം ആഗ്രഹമുണ്ട്. പക്ഷെ കറക്റ്റായിട്ടൊരു പ്ലാറ്റ്ഫോമോ കറക്റ്റായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോഴും കുറേ മെസ്സേജസ് എനിക്ക് വന്നു, ബ്രോ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ വാപ്പാടെ ബിസിനസ്സിൽ നിന്ന് ഞാൻ ഡിസ്ട്രാക്ട് ആവാൻ കാരണം അതിൽ നിന്ന് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അതിൽ നിന്ന് വിട്ടത് പോയത്. ഞാൻ ഓരോ ബിസിനസ് തുടങ്ങിയപ്പോഴും ഓരോ ലൈഫിൻ്റെ ഓരോ പാഠത്തിൽ നിന്നും എനിക്കത് പറ്റത്തില്ല എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മളിരിക്കുന്ന സ്ഥലം കറക്റ്റാണെങ്കിൽ അത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിയെങ്കിൽ ഇതാക്കുക. അതായത് ലൈഫിൽ ഒരു പ്രാവശ്യം ഓപ്പർച്യൂണിറ്റി വരത്തെന്ന് പറയത്തില്ലേ, ഓപ്പർച്യൂണിറ്റി വൺസ് ഇൻ ലൈഫ് എന്ന് പറയത്തില്ല, അതേപോലെ ഒരു സംഭവമാണ് എനിക്ക്. അതായത് എൻ്റെ ഓപ്പർച്യൂണിറ്റി എൻ്റെ ഷോപ്പോ എൻ്റെ ബിസിനസ്സോ അല്ല, ഞാൻ ചെയ്ത ജോലിയോ ഒന്നും അല്ലായിരുന്നു. എൻ്റെ ഓപ്പർച്യൂണിറ്റി റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു. കറക്റ്റായിട്ട് എനിക്കത് മനസ്സിലായി. അതുപോലെ ഓരോരുത്തർക്കും അവരുടെ ലൈഫിൽ എന്താണ് അവരുടെ ഓപ്പർച്യൂണിറ്റി എന്ന് വരുമ്പം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അത് ലൈഫിൻ്റെ സ്ട്രഗിൾ കൊണ്ട് എത്തുള്ളൂ. അതുകൊണ്ട് കുറേ കഷ്ടപ്പെട്ടുകൊണ്ടൊന്നും കിട്ടത്തൊന്നുമില്ല. പക്ഷേ കഷ്ടപ്പെടുന്ന രീതി കറക്റ്റ് വേയിലാണെങ്കിൽ അത് അവരുടെ ഓപ്പർച്യൂണിറ്റി, അവർക്ക് പറ്റുന്ന ഫീൽഡിൽ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കിട്ടും, ഉറപ്പായിട്ടാണ്. ഇന്നിപ്പോ നഹാസിനെ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഭൂമിക്ക് താഴെ ഒന്നുമില്ല അല്ലേ? അങ്ങനെ തന്നെ പറയാം അല്ലേ? എനിക്ക് സത്യമുള്ളൊരു അഭിമാനമാണ്. അന്നത്തെ ആ ഒരു കൈ പിടിച്ച് അതിനകത്തോട്ട് ഇരുത്തിയത് കൊണ്ടാണ്. സ്നേഹമുള്ളൂ, ഒരിക്കലും പോവില്ല, ഒരിക്കലും കൈ വിടയില്ല നഹാസ്. അപ്പോ ഈ നഹാസിന്റെ ഈ ഒരു സക്സസ് ലൈഫ് ലോങ് സക്സസ് ആവട്ടെ. ഇനി നഹാസ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ആ നഹാസിനെ ഇനി ഇതൊരു ഫോർ എവർ, എനിക്ക് സത്യം പറഞ്ഞ് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഇതൊരു ഫോർ എവർ റോസ് ആണ്. ഈ റോസ് ഒരിക്കലും വാടില്ല, ഒരിക്കലും വാടില്ല. അങ്ങനത്തെ തോന്നിയാസം പറയരുത്, ഞാൻ കൊല്ലില്ല. ഒരുപാട് സക്സസ് ഇനിയും ലൈഫിൽ ഉണ്ടാവട്ടെ. അപ്പോൾ വന്നതിലും ഇങ്ങനെയൊക്കെ ഈ കഥകൾ കേൾക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങൾക്കും ഇതുപോലുള്ള നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.